ഇടങ്ങേറുണ്ടാക്കാൻ വന്ന ഒരു പിശാചിനെ മുത്തുനബി തങ്ങൾ പിടിച്ചെന്ത് ചെയ്തു? കെട്ടിയിട്ടു. ജിന്നുകളിൽപ്പെട്ട ഒരു പിശാചിനെ പിടിച്ച് നബി തങ്ങൾ തൂണിൽ കെട്ടിയിട്ടു. സഹാബത്ത് രാവിലെ വന്നപ്പോൾ ഈ സംഗതി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ രാത്രി എന്ത് ചെയ്തിരുന്നു? ഇടങ്ങേറാക്കാൻ വന്ന ഒരു പഹയനെ പിടിച്ച് ഇവിടെ കെട്ടിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അയച്ചു വിട്ടു. എന്തേ കാരണം? വൽ ബനീന, മക്കളോട് സ്നേഹം വേണം. മക്കളോടുള്ള സ്നേഹം ഭ്രമം പിടിച്ചുപോയി അതിര് കടന്നു പോകാൻ പാടില്ല. മക്കൾ എന്ത് ചെയ്താലും കണ്ണടയ്ക്കുന്ന പിതാവായി മാറാൻ പാടില്ല. തെറ്റ് കണ്ടാൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തി കൊടുക്കാനും തൻ്റെ സ്നേഹത്തിന് ഒരു തടസ്സവും വരാൻ പാടില്ല. ആ സ്നേഹം തടഞ്ഞിൽക്കാൻ പാടില്ല. നിസ്കാരത്തെ ബന്ധിച്ചു, ജമാഅത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ബന്ധിച്ചതല്ല. ബാങ്ക് കൊടുത്തൊരു 15 മിനിറ്റ് ജമാഅത്തിന് ഇഖാമത്ത് കൊടുക്കാൻ സമയമുണ്ട്. ആ സമയത്തെ പ്രതീക്ഷിച്ച് ജമാഅത്ത് പ്രതീക്ഷിച്ച് ബന്ധിച്ച് അതിനിടയിൽ മരണപ്പെട്ടു പോയി, അവൻ ആ നിസ്കാരത്തിന്റെ കൂലി ഉണ്ടാകും. എന്നാൽ ഇത് അങ്ങനല്ല. വെറുതെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ നിസ്കാരം അവൻ കുറേ നേരം വൈകി, അതിനിടയിൽ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. നിസ്കാരം ഖളാ ആക്കിയവനായിട്ടാണ് അവൻ ലോകത്തുനിന്ന് പോകുന്നത്. ഇതേ ഗൗരവം തന്നെയുണ്ട്. സക്കാത്ത് നിർബന്ധമായിട്ട് അത് കൊടുത്തു വീടാതെ അതിനിടയിൽ അവൻ മരണപ്പെട്ടു പോയാൽ ആ കൽപ്പന നിറവേറ്റാത്തവനായിട്ടാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞത്. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا يا أمة سيدنا محمد اللهم صل وسلم وبارك عليه. അല്ലാഹു നമ്മുടെ ഇരുത്തം അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിയിൽ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ അവസരം ലഭിച്ചതുപോലെ നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഭാര്യ, മക്കൾ, അയൽവാസികൾ, നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ രാത്രി വലിയ മഹത്വമുള്ളൊരു രാത്രി. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ പള്ളി നിറയുവോളം ഇവിടെ പങ്കെടുക്കുകയും കഴിയുവോളം ഇരിക്കുകയും ദുആയൊക്കെ കഴിഞ്ഞ റാഹത്തായി പിരികയും ചെയ്ത് അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. എന്നാൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാത്രി കഴിഞ്ഞിട്ടില്ല എന്നുകൂടെ നമ്മൾ ഓർക്കണം. 27-ാം രാവ് കഴിയലോടുകൂടി റമദാൻ അവസാനിച്ചതോ അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഇനി പ്രതീക്ഷയില്ലാത്തതായതോ ഒന്നുമല്ല, മറിച്ച് ഇനിയും രാത്രികളുണ്ട്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാത്രികൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാം. അല്ലാഹു പരിശുദ്ധമായ റമദാൻ പരിപൂർണമായി വിനിയോഗിക്കാൻ നമുക്കൊക്കെ അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് സംഗതികൾ നമ്മൾ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. ദീർഘമായൊരു പ്രഭാഷണം നടത്തുകയല്ല. ഈ അവസാന സമയത്ത് മനസ്സിലാക്കേണ്ട, ചെയ്യേണ്ട ഒരു സൽക്കർമ്മത്തെ സംബന്ധിച്ച് ചെറിയ രൂപത്തിലൊന്ന് സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തും. പരിശുദ്ധമായ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ശുദ്ധീകരണം നടത്തുന്ന, ആത്മീയമായി അവനെ സംസ്കരിച്ചെടുക്കുന്ന പരിശുദ്ധമായ നോമ്പടങ്ങിയ കാലയളവാണ് റമദാൻ എന്നുള്ളത്. നോമ്പും നിസ്കാരങ്ങളും മനുഷ്യൻ്റെ ശരീരം അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കലോടുകൂടി ശരീരത്തെയും ശുദ്ധീകരിക്കുമ്പോൾ, മനുഷ്യൻ്റെ നീയത്ത് നന്നാവൽ അവൻ്റെ ആത്മാവിനെ സംസ്കരിക്കുമ്പോൾ, ഇതുപോലെ തന്നെ സക്കാത്ത് എന്നുള്ള കർമ്മം മനുഷ്യൻ്റെ സമ്പത്തിനെയും സംസ്കരിച്ചെടുക്കുന്നു എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസിൽ കാണാം. നിസ്കാരം എവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഓരത്തായിട്ട് പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് വആതു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീഴണം എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്ലാം ശരീരത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ സമ്പത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. എൻ്റെ ശരീരം പാപമുക്തമായി മാറണം, മലിനമുക്തമായി തീരണം എന്ന് ഒരു വിശ്വാസി അവൻ്റെ ശരീരത്തെക്കുറിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ, പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ, അവൻ്റെ സമ്പത്തും അതുപോലെ മലിനമുക്തമായി തീരണം എന്ന് ആഗ്രഹിക്കലും അതിനുവേണ്ടി പ്രയത്നിക്കലും അവൻ്റെ ബാധ്യതയാണ്. എൻ്റെ സമ്പാദ്യം എവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിച്ചുണ്ടാക്കി ഒരുമിച്ച് കൂട്ടിയെടുക്കാം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൂഷണമായ സംഗതിയല്ല, അവന് ചിന്തിക്കാൻ പറ്റുന്നതല്ല. എവിടെ നിന്നെങ്കിലും സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും ചെലവഴിക്കുക, അതൊരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അനുവദിക്കുന്നതല്ല. കാരണം നാളെ മഹ്ശറ വൻസഭയിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത് 4 സംഗതികളെപ്പറ്റി ചോദ്യം ചെയ്ത് കൃത്യമായി മറുപടി കൊടുത്തിട്ടല്ലാതെ
ആ വ്യക്തിയുടെ കാൽപാദങ്ങളെ ആ നിൽക്കുന്ന നൃത്തത്തിൽ നിന്നും ചലിപ്പിക്കാൻ പോലും കഴിയുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിലൊന്നാമതായി രണ്ട് തവണ മുത്തുനബി തങ്ങൾ എടുത്തു പറഞ്ഞ ഗൗരവമുള്ള വിഷയം സമ്പാദ്യത്തെ സംബന്ധിച്ചാണ്. ഒന്ന്, അവൻ്റെ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, അത് എവിടെ ചെലവഴിച്ചു. ഈ രണ്ട് ചോദ്യങ്ങൾക്കും എന്ത് ചെയ്യണം? കൃത്യമായി മറുപടി പറയാം. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും മഹ്ശറിൽ. അവന്റെ നീയത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും മഹ്ശറിൽ. ഇതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് തൻ്റെ സമ്പാദ്യം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എവിടേക്കാണത് ചെലവഴിച്ചത് എന്നും കൃത്യമായി മറുപടി പറയാതെ നാളെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല. നമുക്ക് നൽകിയ സമ്പത്ത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. സമ്പാദ്യം ഒരുമിച്ച് കൂട്ടുക, കൂടുതലാകുക എന്നുള്ളത് ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾക്ക് കാരണമാകുമെങ്കിലും പക്ഷേ നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് കുടുങ്ങാനും അത് കാരണമായി തീരും. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക ശൃംഖല പരിശോധിച്ചു നോക്കിയാൽ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കടക്കാൻ അവസരം ലഭിക്കുന്ന ആള് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരിക്കുമെന്ന് നബി തങ്ങളുടെ ഹദീസുകളിൽ കാണാം. എന്തേ കാരണം? ലോകത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടതുപോലൊരു സമ്പാദ്യം, കലവറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുകയാണ്, വിശുദ്ധ ഖുർആനും സമർത്ഥിക്കുന്നു, ലോകത്ത് വേറൊരാൾക്കും നൽകിയിട്ടില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുമുണ്ട്, അള്ളാഹുവേ എനിക്ക് നൽകിയതുപോലെയുള്ള അധികാരമോ സമ്പാദ്യമോ എനിക്ക് മുമ്പോ ശേഷമോ നൽകാൻ പാടില്ല. അതായത് എനിക്കിതുപോലെ മുമ്പ് കഴിഞ്ഞു പോയ എത്രയോ പ്രമാണിമാർ, രാജാക്കന്മാർ, കുബേരന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും നൽകാത്തത്ര വിശാലമായ സമ്പാദ്യത്തിൻ്റെ ഉറവിടം എനിക്ക് നൽകണം. അവർക്കൊന്നും നൽകാത്ത വിശാലമായ അധികാരം എനിക്ക് നൽകണം, സ്ഥാനമാനങ്ങൾ എനിക്ക് നൽകണം. എന്നാലോ എനിക്കിനി ശേഷം വരാനുള്ളൊരു തലമുറ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികവും എനിക്ക് നൽകണം. അതായത് എനിക്ക് നൽകിയതുപോലെ ഇനി ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന്. എനിക്ക് നൽകിയതുപോലെ ഇനി ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമർത്ഥിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അരികിൽ ഇടങ്ങേറുണ്ടാക്കാൻ വന്ന ഒരു പിശാചിനെ മുത്തുനബി തങ്ങൾ പിടിച്ചെന്ത് ചെയ്തു? കെട്ടിയിട്ടു. ജിന്നുകളിൽപ്പെട്ട ഒരു പിശാചിനെ പിടിച്ച് നബി തങ്ങൾ തൂണിൽ കെട്ടിയിട്ടു. സഹാബത്ത് രാവിലെ വന്നപ്പോൾ ഈ സംഗതി മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ രാത്രി എന്ത് ചെയ്തിരുന്നു? ഇടങ്ങേറാക്കാൻ വന്ന ഒരു പഹയനെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അയച്ചു വിട്ടു. എന്തേ കാരണം? ഞാൻ അവരെ അഴിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിൽ സുബഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കാണാൻ പറ്റുമായിരുന്നു. കഴുത്തിൽ കയർ കെട്ടി കുരങ്ങിനെ കളിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് കളിപ്പിക്കാൻ ആ ജിന്ന്, ആ പിശാച് ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഞാൻ അവരെ അഴിച്ചുവിട്ടു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലൊരു അധികാരം എൻ്റെ ശേഷമുള്ള സമുദായത്തിന് ഒരാൾക്കും കൊടുക്കരുത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ആ പിശാചിനെ വിട്ടയച്ചു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സമ്പാദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം അത് ദുർവിനിയോഗം ചെയ്തു എന്നല്ല പറയുന്നത്. മോശപ്പെട്ട വഴിയിൽ അത് സമ്പാദിക്കുകയോ ചെലവഴിക്കുകയോ ചെയ്തു എന്നല്ല പറഞ്ഞത്. മറിച്ച് ഈ സമ്പാദ്യത്തെ സംബന്ധിച്ചും നാളെ ചോദ്യം ഉണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടേക്കാണത് ചെലവഴിച്ചത് എന്ന്. എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ എൻ്റെ അവകാശപ്പെട്ടതാണ്, അധികാരത്തിലുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ ഒരു വിശ്വാസിക്കും കഴിയില്ല. കാരണം എൻ്റെ സമ്പാദ്യത്തിൽ അന്യനായ മനുഷ്യൻ്റെ അവകാശികളായ ഒരുപാട് ആളുകൾ, പട്ടിണിപ്പാവങ്ങളുടെ ഓഹരിയും ചേർന്നിട്ടാണ് അള്ളാഹു എൻ്റെ കയ്യിലേക്ക് സമ്പാദ്യം നൽകിയത് എന്നുള്ള ചിന്ത ഓരോ മുഅ്മിനും ഉണ്ടാകണം. വർഷാവർഷമെത്തുമ്പോൾ കയ്യിലുള്ള സമ്പാദ്യത്തിൻ്റെ കണക്കനുസരിച്ച് അത് കച്ചവടമാകട്ടെ, സ്വർണമാകട്ടെ, പൈസയാകട്ടെ നോക്കിയിട്ട് കൃത്യമായി കണക്ക് രേഖപ്പെടുത്തി പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് ആ സക്കാത്തിൻ്റെ മുതൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. ഇല്ലാത്ത പക്ഷം ഈ സക്കാത്തിൻ്റെ മുതലുമായി നാളെ എന്ത് ചെയ്യും? മഹ്ശറിൽ വരും. അവൻ്റെ കഴുത്തുകളിലേക്ക്, അവൻ്റെ ശരീരങ്ങളിലേക്ക് തീയിനാൽ പൊതിയപ്പെട്ടതായിട്ട് ഈ ധനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഭരണം അണിയിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ ആഭരണം അണിയിക്കപ്പെടുക ഈ സമ്പാദ്യം പഴുപ്പിച്ച് തീയിനാലുള്ള ആഭരണമായിട്ടായിരിക്കും അണിയിക്കപ്പെടുക. എന്തേ കാരണം? ആ ദുനിയാവിൽ വെച്ച് അവന് നൽകിയ സമ്പത്ത് സംസ്കരിക്കാനുള്ള സക്കാത്ത് എന്ന കർമ്മത്തെ വിനിയോഗിക്കാത്തതിൻ്റെ പേരിൽ. അല്ലാഹു നമ്മുടെ സമ്പാദ്യം ഖൈറായ സമ്പാദ്യമാക്കി തെരുമാറാകട്ടെ. സമ്പത്ത് വേണോ? വേണം. സമ്പത്ത് മനുഷ്യന് ആവശ്യമാണ്. ദാരിദ്ര്യത്തെ തൊട്ട് മുത്തുനബി തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ. മുത്തുനബി തങ്ങൾ ദാരിദ്ര്യം ഉണ്ടാകുന്നതിനെ തൊട്ട് ദുആയിരുന്നു, അല്ലാഹുവേ എന്നെ നീ കാത്തു രക്ഷിക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമ്പാദ്യം ആവശ്യമാണ്. പക്ഷേ സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ.
വൽ ഖൈരിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ്. വിശുദ്ധ ഖുർആൻ പറയുന്ന മനുഷ്യൻ പൂണ്ടു പിടിച്ചു പോകുന്ന ചില സംഗതികളെ സംബന്ധിച്ച്, മനുഷ്യൻ ഭ്രമിച്ചു പോകുന്ന ചില സംഗതികളെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹുബ്ബു ശഹവാതി മിനൻ നിസാ, അതിലൊന്ന് ഭാര്യമാരോടുള്ള അമിതമായ സ്നേഹമാണ്, സ്ത്രീകളോടുള്ള അമിതമായ സ്നേഹമാണ്. അത് അതിര് കടക്കുമ്പോൾ തെറ്റിലേക്ക് മുതിരാൻ, അല്ലെങ്കിൽ പലതും ആവശ്യമില്ലാത്ത അനാവശ്യമായ സംഗതികളിലേക്ക് തിരിയാൻ അത് കാരണമായി തീരും, ഭ്രമം പിടിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഭാര്യയെ സ്നേഹിക്കണോ? സ്നേഹിക്കണം. ഭാര്യയോട് സ്നേഹം വേണം, അവൾക്ക് കൃത്യമായി പരിഗണന കൊടുക്കണം, അവരെ പരിപാലിക്കണം, ദീനി ചൈതന്യമുള്ളവളാക്കി വളർത്തിയെടുക്കണം. ഇതൊരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. എന്നാൽ ആ സ്നേഹം അതിര് വിട്ട് കടന്നു പോകാൻ പാടില്ല. വൽ ബനീന, മക്കളോട് സ്നേഹം വേണം. മക്കളോടുള്ള സ്നേഹം ഭ്രമം പിടിച്ചുപോയി അതിര് കടന്നു പോകാൻ പാടില്ല. മക്കൾ എന്ത് ചെയ്താലും കണ്ണടയ്ക്കുന്ന പിതാവായി മാറാൻ പാടില്ല. തെറ്റ് കണ്ടാൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്തി കൊടുക്കാനും തൻ്റെ സ്നേഹത്തിന് ഒരു തടസ്സവും വരാൻ പാടില്ല. ആ സ്നേഹം തടഞ്ഞിൽക്കാൻ പാടില്ല. വിദ്യാർത്ഥിയായ അല്ലെങ്കിൽ യുവാവായ തൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്യുന്നതായി കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന പിതാവാണോ മാതാവാണോ അവരാണ് ഏറ്റവും നല്ല മാതാപിതാക്കൾ. എന്നാൽ എൻ്റെ മകനല്ലേ മകളല്ലേ എന്ന് കരുതിയിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ അത് മക്കളോടുള്ള ഭ്രമം പിടിക്കലാണ്, സ്നേഹം ഭ്രമം പിടിക്കലാണ്. വിശുദ്ധ ഖുർആൻ അത് എതിർത്തു പറയുന്നുണ്ട്, ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അവന് നൽകിയ സമ്പാദ്യം, അതിനോട് അവൻ ഭ്രമം പിടിച്ചു പോകാൻ പാടില്ല. എന്നാൽ സമ്പാദ്യത്തോട് സ്നേഹം വേണോ? സ്നേഹം വേണം തന്നെ, സ്നേഹം വേണം. രണ്ടു കുഴപ്പമുണ്ട്. സ്നേഹമില്ലെങ്കിലും സ്നേഹം കൂടിയാലും കുഴപ്പമാണ്. സമ്പാദ്യത്തിനോട് സ്നേഹമില്ലെങ്കിൽ അവന് കിട്ടിയ സമ്പാദ്യം മുഴുവൻ അവൻ ദൂർത്തടിച്ചു കളയും. അവനത് ചെലവാക്കുന്നതിൽ ഒരു മടിയുണ്ടാവൂല. എവിടെയും എങ്ങനെയും ഏത് രൂപത്തിലും ചെലവഴിച്ചു കളയാൻ അവന് മടിയുണ്ടാവൂല. കാരണം എന്തേ? സമ്പാദ്യത്തിനോട് ഹുബ്ബില്ല എങ്കിൽ. എന്നാൽ ഹബ്ബ് കൂടിപ്പോയാലോ ഒരു നയാ പൈസ ഒരു സാധുവായ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ അവന്റെ കൈ പൊങ്ങുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സമ്പാദ്യത്തിനോട് ഭ്രമം പിടിച്ചു പോയാൽ എങ്ങനെയാണ്? തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു 10 രൂപ എടുത്ത് ഒരു സാധുവായ മനുഷ്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ തോന്നണമെങ്കിൽ ആ സമ്പാദ്യത്തോടുള്ള ഹുബ്ബ് അതൊരു ലെവലിലേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് ഞാൻ കൊടുത്താലും ഇതിൻ്റെ ഇരട്ടി എനിക്ക് റബ്ബ് എനിക്ക് തിരിച്ചു തരുമെന്നുള്ള നല്ല വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലുണ്ടാകുമെന്ന്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവൻ്റെ വീടിനോട്, അവൻ്റെ വാഹനങ്ങളോട്, അവൻ്റെ വസ്തുവകകളോട്, അവൻ്റെ പറമ്പുകളോട് തുടങ്ങി അവൻ അല്ലാഹു നൽകിയ എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെയുള്ള ഭ്രമം അത് അതിര് വിട്ടുപോയി കഴിഞ്ഞാൽ അതവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുകയാണ്. ഇവിടുത്തെ ചർച്ചാ വിഷയം സമ്പാദ്യമാണ്. നമ്മുടെ സമ്പത്ത് സംസ്കരിക്കണമെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീഴണം. സക്കാത്ത് കൃത്യമായി കൊടുത്തു വീഴണം. എന്നാൽ റമദാൻ മാസം മാത്രമാണ് സക്കാത്ത് കൊടുക്കേണ്ട മാസം. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സമ്പാദ്യത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആ സമ്പാദ്യം നിശ്ചിത കണക്കനുസരിച്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ്. അത് റമദാൻ തന്നെ ആവണം എന്നില്ല, റമദാൻ തന്നെ ആവണമെന്നില്ല. ഇനി അതിനിടയിലുള്ള ഏതെങ്കിലും മാസത്തിലാണ് സക്കാത്ത് കൊടുത്തത് എങ്കിൽ അടുത്തൊരു വർഷം ആ മാസമാകുമ്പോൾ എന്ത് ചെയ്യും? ഒരു വർഷം പൂർത്തിയാകും, അവന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. അത് റമദാനിലേക്ക് പിന്തിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇതിനിടയിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുത്തു വിടാത്തവനായി മരണപ്പെട്ടു പോയവനാവും, അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാനുള്ള സമയവും സന്ദർഭവും എല്ലാം ഉണ്ട്, പക്ഷേ അവൻ അകാരണമായി അത് പിന്തിച്ചു, നിസ്കാരത്തെ പിന്തിച്ചു. ജമാഅത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിച്ചതല്ല. ബാങ്ക് കൊടുത്തൊരു 15 മിനിറ്റ് ജമാഅത്തിന് ഇഖാമത്ത് കൊടുക്കാൻ സമയമുണ്ട്, ആ സമയത്തെ പ്രതീക്ഷിച്ച് ജമാഅത്ത് പ്രതീക്ഷിച്ച് പിന്തിച്ച് അതിനിടയിൽ മരണപ്പെട്ടു പോയി, അവൻ ആ നിസ്കാരത്തിന്റെ കൂലി ഉണ്ടാകും. എന്നാൽ ഇത് അങ്ങനല്ല. വെറുതെ ഇരുന്ന് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ നിസ്കാരം അവൻ കുറെ നേരം വൈകി, അതിനിടയിൽ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. നിസ്കാരം ഖളാ ആക്കിയവനായിട്ടാണ് അവൻ ലോകത്തുനിന്ന് പോകുന്നത്. ഇതേ ഗൗരവം തന്നെയുണ്ട്. സക്കാത്ത് നിർബന്ധമായിട്ട് അത് കൊടുത്തു വീടാതെ അതിനിടയിൽ അവൻ മരണപ്പെട്ടു പോയാൽ ആ കൽപ്പന നിറവേറ്റാത്തവനായിട്ടാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞത്. അള്ളാഹുവിന്റെ അടുക്കൽ നാളെ കണക്ക് പറയേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇനിയോ വിശുദ്ധ റമദാൻ എത്തുമ്പോൾ സക്കാത്ത് 2 രൂപത്തിൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ സമ്പത്തിനെ സംസ്കരിക്കുക, സമ്പത്തിന്റെ സക്കാത്ത്. രണ്ടാമത്തെ നമ്മുടെ ശരീരത്തിന്റെ സക്കാത്ത്. ഒരു വ്യക്തി തന്റെ ശരീരത്തിനും തന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് സക്കാത്ത് കൊടുക്കുക. തന്റെ ചെലവിന് കഴിയുന്ന ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അവർക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കുക. അതെന്താ കൊടുക്കേണ്ടത്? അത് പൈസയാണോ? പൈസ കൊടുത്താൽ വീടോ? ഇല്ല. ആ നാട്ടിൽ സ്ഥിരമായി കഴിക്കുന്ന ആദത്തുള്ള ഭക്ഷണ ധാന്യം എന്താണോ ആ ധാന്യമാണ് എന്ത് ചെയ്യേണ്ടത്? ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. നമ്മൾ സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്ന ഫിത്ർ സക്കാത്ത്. പല മസ്അലകളും അതിനെ സംബന്ധിച്ച് ചോദിക്കാറുണ്ട്. സുദീർഘമായ മസ്അലകളൊന്നും ചർച്ച ചെയ്യാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എപ്പോഴാണ് നിർബന്ധമാകുന്നത്? ആർക്കാണ് നിർബന്ധമാകുന്നത്? പലപ്പോഴും ചോദിക്കാറുണ്ട്.
തനിക്കും തൻ്റെ കുടുംബത്തിനും ചെലവിനുള്ള പെരുന്നാളിൻ്റെ രാത്രിയും പകലും കഴിക്കാനും കുടിക്കാനും അതുപോലെ അവന് പാർക്കാനും കടങ്ങളിൽ നിന്നൊക്കെ മുക്തമാക്കാനുമുള്ള സമ്പാദ്യം അവൻ്റെ കയ്യിലുണ്ട് എങ്കിൽ, അതിനുള്ള ഭക്ഷണ വസ്തുക്കൾ അവൻ്റെ കയ്യിലുണ്ട് എങ്കിൽ, അത് കഴിച്ചിട്ട് മിച്ചം വന്നാൽ അതിൽ നിന്നും അവന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? ഒരു മനുഷ്യൻ, ഇപ്പൊ ഞാൻ അനുഷ്ഠിച്ച നോമ്പ് ഈ ആകാശ കവാടങ്ങൾ കടക്കാതെ അവിടെ തടഞ്ഞു നിർത്തപ്പെടും. ആരാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അവരുടെ നോമ്പുകൾ മാത്രം അല്ലാഹു സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നിസ്കാരങ്ങളിൽ സംഭവിക്കുന്ന പിഴവുകൾ നികത്താൻ വേണ്ടി അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യുന്നത് പോലെ, നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹ്വിന്റെ സുജൂദ് വെച്ചതുപോലെ നമ്മുടെ നോമ്പിൽ വന്ന പിഴവുകളെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സക്കാത്തുൽ ഫിത്ർ വെച്ചത് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? എൻ്റെ നോമ്പ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ നോമ്പ് സംശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയും നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്തു പോയ, കാതുകൊണ്ട് ചെയ്തു പോയ, നാവുകൊണ്ട് ചെയ്തു പോയ, എന്തെങ്കിലും നമ്മുടെ കൈകാലുകൾ കൊണ്ട് പ്രവർത്തിച്ചു പോയ പ്രവർത്തനത്തിന്റെ പേരിൽ നോമ്പുകളെ തടയപ്പെട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് പരിഹരിച്ച് അല്ലാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് സ്വീകാര്യമായ നോമ്പായി ഉയർത്തപ്പെടാൻ ഞാൻ കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് കൊണ്ട് മതിയാകും. കണക്കെടുത്ത് നോക്കിയാൽ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകളാണ്. 3.200 ഗ്രാം എന്ത് ചെയ്യണം? 200 ലിറ്റർ അരി, നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം അതായതുകൊണ്ട് അരി എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം ഒരാൾക്ക് വേണ്ടിയിട്ട്. ഒരു സാഴ് അരി ഒരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. അതിന്റെ കണക്കാണ് ഏതെങ്കിലും ലിറ്റർ കണക്കനുസരിച്ച് 3.200 ലിറ്റർ അരി നമ്മുടെ നാട്ടിൽ നിന്നും സക്കാത്ത് കൊടുക്കണം. എവിടെയാണോ നമ്മളുള്ളത് ആ നാട്ടിൽ സക്കാത്ത് കൊടുക്കണം. വിദേശത്താണുള്ളത് എങ്കിൽ വിദേശത്ത് സക്കാത്ത് കൊടുക്കണം. അവിടെയുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ആർക്കാ കൊടുക്കേണ്ടത്? ഫക്കീറന്മാരായ, മിസ്കീന്മാരായ, അതിനർഹതപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് കൊടുക്കണം. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين في سبيل الله وابن السبيل. പരിശുദ്ധ ഖുർആൻ 8 വിഭാഗങ്ങളെ എണ്ണി പറയുന്നുണ്ട് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകൾ. അവരിൽ ആരാണോ ഇന്ന് നിലവിലുള്ളത് അവരിലേക്കാകണം സക്കാത്ത് കൊടുക്കേണ്ടത്. അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് ഈ സക്കാത്ത് എത്തുന്നത് എന്നുള്ള ചിന്തയും ബോധവും ഉറപ്പും നമുക്കുണ്ടാകണം. ചില ആളുകൾ പൈസ കൊടുത്തത് ഒഴിവാക്കാറുണ്ട്. ഫിത്ർ സക്കാത്ത് പൈസ കൊടുത്താൽ വീടൂല. അത് അങ്ങനെ ധാരണ വേണം. അത് സ്വതക്കയായിട്ടോ ദാനധർമ്മമായിട്ടോ ഹദിയായിട്ടോ ഒക്കെ കൊടുത്തോളി. പക്ഷേ ഫിത്ർ സക്കാത്ത് കൊടുത്തു വീഴണമെങ്കിൽ എന്ത് തന്നെ കൊടുക്കണം? അരി തന്നെ കൊടുത്തു വീഴണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അരി തന്നെ കൊടുത്തു വീഴണം. എപ്പോഴാണ് ഇനി സക്കാത്ത് കൊടുക്കേണ്ടത്? റമളാനിന്റെ 1 മുതൽ പെരുന്നാളിന്റെ വൈകുന്നേരം വരെ കൊടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ശവ്വാലിന്റെ പിറ കണ്ടതു മുതൽ പെരുന്നാൾ നിസ്കാരം നടക്കുന്നതിന് മുമ്പ് ഉള്ള സമയത്തിനിടയിൽ കൊടുത്തുവീട്ടിലാണ് ഏറ്റവും അഫ്ളലായ സമയം, ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ശവ്വാലിന്റെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമുക്ക് ചെലവിന് നിർബന്ധമായ ആളുകളുടെയും പേരിലുള്ള സക്കാത്ത്, ഫിത്ർ സക്കാത്ത് അർഹതപ്പെട്ടവരിലേക്ക് എന്ത് ചെയ്യുക? കൊടുത്തുവിടുക. പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്താണ് എന്ന് കിതാബുകൾ രേഖപ്പെടുത്തുന്നു. പെരുന്നാളിന്റെ ദിവസത്തെയും വിട്ട് പിന്തിക്കൽ ഹറാമാണ് എന്നും കിതാബുകളിൽ കാണാം. സക്കാത്ത് കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. കൃത്യമായി നല്ല നീയത്ത് വെച്ച്, അള്ളാഹുവെ എൻ്റെ നോമ്പിൽ വന്ന കലപ്പുകൾ നീ പരിഹരിച്ചു നൽകണേ നാഥ എന്ന നീയത്തോടു കൂടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിവെക്കണം. ആ നീയത്തോടു കൂടിയിട്ടാണ് പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടത്. അള്ളാഹു എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെ ശുദ്ധമാക്കിയെടുത്തത്? അള്ളാഹു നമ്മുടെ സമ്പാദ്യം ശുദ്ധീകരിക്കാൻ മറ്റുള്ളവന് കൊടുക്കണമെന്ന് പറയാൻ കാരണം പട്ടിണി നിർമാർജനം പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വലിയൊരു കാഴ്ചപ്പാടാണ്. നാട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കി എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടിണി പാവങ്ങളായ ആളുകളുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കേണ്ട ഗതികേട് നമ്മുടെ സ്വന്തം നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരെയാണ്? ഞാൻ സക്കാത്ത് കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് എൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്ത കുടുംബക്കാരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ഇത് കുടുംബക്കാരെയൊന്നും മൈൻഡ് പോലും ചെയ്യൂല. വാങ്ങാനൊക്കെ അർഹതപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ചുറ്റുഭാഗത്തുണ്ടാവും. അവരെ ഒന്നും നോക്കൂല. വല്ല ബംഗാളിലേക്കോ ബീഹാറിലേക്കോ കയറ്റി അയക്കാൻ നിൽക്കൂടുന്നു. ചെയ്യണ്ട എന്നല്ല പറയുന്നത്, അതൊക്കെ ചെയ്തോളി. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദ്യം ചോദ്യം ഉണ്ടാകുക ആരെ പറ്റിയാ? ഏറ്റവും അടുത്തുള്ള കുടുംബക്കാരെ പറ്റിയിട്ടാണ്. അവർക്കാണ് കൊടുക്കേണ്ടത്. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, ഏറ്റവും അടുപ്പമുള്ള അയൽവാസിയായ കുടുംബക്കാരൻ, അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. വൽ ജാരിൽ ജുനുബ്, പിന്നീട് എന്ത് ചെയ്യണം? കുറച്ച് വിദൂരത്തുള്ള അയൽവാസികളെ പരിഗണിക്കണം.
അയൽപ്പക്കത്ത് ആരൊക്കെയാണോ ദരിദ്രരായി കഴിയുന്നവർ, ഈ സകാത്തിന് അർഹതപ്പെട്ടവര്, അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് അവരെ ഒന്നും പരിഗണിക്കൂല. ഏതെങ്കിലുമൊക്കെ വിദേശങ്ങളിലേക്കോ ഏതെങ്കിലുമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാൻ നിൽക്കും. അല്ലെ പൈസ കൊടുത്ത് ചുരുക്കി അത് ഒതുക്കിവിടും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മുടെ നാടുകളിൽ ഭക്ഷണം കിട്ടാതെ ഒരാൾ നിൽക്കാൻ പാടില്ല. ഭക്ഷണം കിട്ടാതെ പെരുന്നാളിന്റെ ദിവസം ഒരാളും കഴിയാൻ പാടില്ല. ഒരു വീട്ടിലും വീട്ടിൽ അടുപ്പ് പുകയാത്ത വീടുണ്ടാകാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം കാഴ്ചവെക്കുന്ന മഹത്തായ സന്ദേശം അതാണ്. മറ്റുള്ളവന് സന്തോഷം പകരുന്ന ഒരു പ്രവൃത്തി തന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ ഈ ദുനിയാവും ആഖിറവും മുഴുവനായി കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ല്ലേ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹ്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അയൽവാസി അവൻ ബഹുമാനിക്കണം. അവൻ പാവപ്പെട്ടവനാണ് എങ്കിൽ അവന്റെ പട്ടിണി മാറ്റാനുള്ള എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കണം. മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ടാവും നമ്മുടെ പരിസരങ്ങളിൽ. പെൺമക്കളെ കെട്ടിക്കാൻ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പറ്റാതെ വിഷമിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാത്ത മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ടാകും. അവരിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകാത്തത് വലിയ വേദനയാണ്. എന്നിട്ടോ ആ ജമാഅത്തിന്റെ പേപ്പർ വാങ്ങിയിട്ട് അവരിങ്ങനെ നടക്കും. ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ, ഏതെങ്കിലുമൊക്കെ ജമാഅത്തുകളിൽ ഇങ്ങനെ നടന്നിട്ട് എന്ത് ചെയ്യും? എന്നാൽ ആ നാട്ടിലുള്ള ആ അയൽപ്പക്കത്ത് ജീവിക്കുന്ന ആളുകൾ, കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ചിന്തിക്കണ്ടേ, ഇത് ഞാൻ കൊടുക്കാത്തതിന്റെ പേരിലാണ്, ഞാനൊന്ന് സഹായിക്കാത്തതിന്റെ പേരിലാണ് ഇവരിങ്ങനെ നടക്കേണ്ടി വരുന്നത് എന്ന്. എന്നാലോ ആ കണ്ണീരൊപ്പാൻ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദാനധർമ്മം അതാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം എന്തേ? ഒരു തലമുറയല്ലേ അതിലൂടെ വരുന്നത്. ഒരു പെൺകുട്ടിയെ ഹലാലായ മാർഗത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ ഈ ലോകത്തേക്ക് വരുന്ന തലമുറ അവർ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുടെ കൂലി ആ മനുഷ്യന് കിട്ടും. എത്ര വലിയ ഭാഗ്യമാണ്! ആ കൂട്ടത്തിൽ ഏതെങ്കിലും ആലിമീങ്ങളോ മുത്തഅല്ലിമീങ്ങളോ ഉണ്ടായാൽ അവർ പകർന്നു കൊടുക്കുന്ന ഇൽമിന്റെ ബറക്കത്ത് ഈ മനുഷ്യന്റെ ഖബറത്തേക്ക് അല്ലാഹു കൊടുക്കും. എത്ര വലിയ ശുദ്ധീകരണമാണ്! നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കൽ, സമ്പത്തിനെ ശുദ്ധീകരിക്കലാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ അയൽപ്പക്കക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ടല്ലേ അയൽവാസി പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞ് വയറു നിറയ്ക്കുന്നവൻ നമ്മിപ്പെട്ടവനല്ല എന്ന് മുത്തുനബി തങ്ങൾ കണിശമായി പറഞ്ഞു തന്നത്. അള്ളാഹു നമ്മുടെ നാടിനെ സമൃദ്ധിയുള്ള നാടാക്കി തരുമാറാകട്ടെ, ദാരിദ്ര്യമില്ലാത്ത നാടാക്കി തരുമാറാകട്ടെ, സമ്പത്ത് അള്ളാഹു ഏറ്റിയേറ്റി നൽകുമാറാകട്ടെ. കൊടുക്കാൻ മനസ്സുള്ളവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ എന്ന് എനിക്കറിയാം. നമ്മൾ നല്ലതുപോലെ എന്ത് ചെയ്യണം? ആളുകളെ അത് പരിഗണിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പാദ്യം കലർപ്പില്ലാത്ത സമ്പാദ്യമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സും ജീവിതവും ഒക്കെ അവന് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. മുകളിൽ സ്ഥലം ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ താഴെ നിന്ന് ഞെരുങ്ങുന്നവരൊക്കെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ റാഹത്തായി നിസ്കരിക്കാൻ കഴിയും. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി